കണ്ണൂരിലെ പോലീസ് സൊസൈറ്റി നൈറ്റ് വാച്ച്മാൻ പരീക്ഷ തടഞ്ഞ് KSU രഹസ്യമായി പരീക്ഷ നടത്താനാണ് ശ്രമിച്ചതെന്ന് KSU പറയുന്നു. ഇഷ്ടക്കാർക്ക് മാത്രം ഹാൾ ടിക്കറ്റ് നൽകിയെന്നും ആരോപണം. പ്രതിഷേധക്കാരെ പരീക്ഷാ സെന്ററിൽ കൂട്ടിയിട്ടു. ഇവിടെ കോടിക്കണക്കിന് ക്രമക്കേടാണ്. ആ സെക്രട്ടറി അനധികൃതമായിട്ട് പരീക്ഷ നടത്തുന്നത്. ഇത് ദേശാഭിമാനി പത്രത്തിൽ മാത്രം വാർത്ത കൊടുത്തിട്ട് അതിൽ ഉത്തരവാദിത്തപ്പെട്ടവരെല്ലാം ഈ പറഞ്ഞ പാർട്ടിക്കാര് CPM പാർട്ടി ഓഫീസ് നൽകുന്ന മുഴുവൻ ആൾക്കാരും പരീക്ഷ എഴുതാൻ വേണ്ടിയിട്ട് അവർക്കുള്ള അർഹതയുണ്ട്. അത് മാത്രമാണ് നമ്മൾ പറഞ്ഞത്. എന്നേരമാണ് ഇവിടെ വന്ന വിദ്യാർത്ഥികളെ ഈ പറയുന്ന സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആൾക്കാർ, ഇവിടെയുള്ള പാർട്ടിക്കാർ എന്ന് പറയുന്നത്, നിങ്ങൾക്ക് മുന്നേ ബൈറ്റ് തന്ന ആൾക്കാർ ഉൾപ്പെടെ ആക്രമിക്കാനുണ്ടായിട്ടുള്ള സംഭവമുണ്ട്. ഇവിടെ എല്ലാവരും ഇത് കണ്ടതാണ്. കൃത്യമായിട്ട് നിങ്ങൾ പരിശോധിക്കണം. ഈ വിഷയം ഇവിടെ വളരെ ഗൗരവമേറിയ വിഷയമാണ്. ഇതിനകത്ത് വലിയ ക്രമക്കേട് നടത്തിയ സംഭവം ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് ഒരു സർക്കാർ ഇറങ്ങിപ്പോകുന്ന സമയത്ത് ഇത്തരത്തിലുള്ള നിയമനങ്ങൾ നടത്തി പിൻവാതിലൂടെ മുൻകാലങ്ങളിൽ ചെയ്തതുപോലെ ചെയ്യാനാണ് ഇവർ ശ്രമിക്കുന്നത്. അതിനെതിരെയാണ് അപേക്ഷ നൽകേണ്ട സമയം മെയ് 16 വരെയാണ്. അപേക്ഷയായിട്ട് വന്ന ഇവിടുത്തെ വിദ്യാർത്ഥികളോട് ഇവർക്ക് വേണ്ടപ്പെട്ടവരുടെ അപേക്ഷകൾ സ്വീകരിച്ച് അതിന്റെ അടിസ്ഥാനത്തിൽ മാത്രം ഹോൾ ടിക്കറ്റുകൾ ഇഷ്യൂ ചെയ്യുക. മറ്റുള്ള വിദ്യാർത്ഥികളെ അതിൽ നിന്ന് മാറ്റി നിർത്തുന്ന ഒരു സമയം. ഇതിനകത്ത് ഒരാൾ അപേക്ഷിച്ചിട്ടുണ്ട്. പരാതി നൽകിയ 3 ആൾ പുറത്തുണ്ട്. AR-നും JR-നും പരാതിയുണ്ട്. ഞാൻ പറഞ്ഞ ഒന്നുമില്ല. ആ പരാതി പരിഗണിച്ചുകൊണ്ട് ഇവിടെ വന്ന എല്ലാവരുടെയും സങ്കടം, ഇവിടെ വന്ന എല്ലാവർക്കും ഞാൻ പറഞ്ഞതുപോലെ കുറ്റക്കാരാണെന്ന് പറയുന്നില്ല. പക്ഷേങ്കിൽ പാർട്ടിക്കാരുടെ ഒരു പിൻപറ്റിക്കൊണ്ട് അവർക്ക് ഇവിടെ നിയമനം നടത്താനുള്ള ഒരു ശ്രമമാണ്. ഇന്ന് രണ്ട് പരീക്ഷകൾ വളരെ തിടുക്കപ്പെട്ട് 2 പരീക്ഷകൾ നടക്കുക. ആ പരീക്ഷ ശരി, കണ്ണൂരിൽ വലിയ പ്രതിഷേധം നടക്കുകയാണ്. KSUവിന്റെ പ്രതിഷേധമാണ്. കണ്ണൂരിലെ പോലീസ് സൊസൈറ്റി നൈറ്റ് വാച്ച്മാൻ പരീക്ഷയാണ് അവർ തടഞ്ഞിരിക്കുന്നത്. രഹസ്യമായി പരീക്ഷ നടത്താൻ ശ്രമിച്ചു എന്നാണ് അവർ ആരോപണവുമായി ഉന്നയിക്കുകയും ചെയ്യുന്നത്. എന്തായാലും പ്രതിഷേധക്കാരെ പരീക്ഷാ സെന്ററിൽ പൂട്ടിയിട്ടിരിക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് വന്നിരിക്കുന്നത്.